ഹലോ ഗൈസ്, അപ്പോൾ ഇക്കൊല്ലത്തെ ഓണത്തിൻ്റെ ഒരു വെറൈറ്റി പിടിച്ചാലോ? വേറെ ഒന്നുമില്ല കേട്ടോ, നമുക്കൊരു തിരുവാതിര പ്രോഗ്രാം സെറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അതിൻ്റെ കസവ് വന്നിട്ട് ഒരു കോപ്പർ കളർ ഷെയ്ഡായിരുന്നു. അതിന് നമ്മൾ ചൂസ് ചെയ്ത ബ്ലൗസ് എന്ന് പറയുന്നത് ലാവൻഡർ കളറാണ്. പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ ടച്ച് കിട്ടാനായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിലുള്ള ഇയർ റിങ്, നെക്ലേസ്, അതുപോലെ നമ്മുടെ കുപ്പിവള, പിന്നെ ഒരു പച്ച പൊട്ടൊക്കെ കുത്തിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പിന്നെ തല്ലിരിക്കുന്ന ഒരു പൂവില്ല, അത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് രാവിലെ പട്ടിച്ചയും കാണിച്ചിട്ട് പേടകവും എടുത്ത് തനിയെ പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ ചെന്ന് രാവിലെ പട്ടി പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പ്രോഗ്രാം ഒരു 10 മണിക്കായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു 9 മണിക്കായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ജിമ്മിലായിരുന്നു കേട്ടോ നമുക്ക് പ്രോഗ്രാം ഉള്ളത്. പിന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നതിന് ശേഷം നമ്മുടെ ഗ്യാങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാൻസ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൂടുതൽ അമ്മമാർ കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. ഞാൻ വിചാരിച്ചു കുറേ ജിമ്മിലെ ചേട്ടന്മാർ ചേച്ചിമാർ അങ്ങനെ അറ്റ്മോസ്ഫിയറാണ്. അവരും ഉണ്ടായിരുന്നു. കൂടെ കുറേ അമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡാൻസ് ടീമിലെ കുട്ടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തിരുവാതിര കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് ടീമിൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ഓണം അത്യാവശ്യം മനസ്സിന് സന്തോഷം കിട്ടിയ രീതിയിലുള്ള ഒരു രീതിക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഇത്തരം പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് തന്നെ. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നീടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നമുക്ക് അതിനേ ടൈം കാണുള്ളൂ. സോ മാക്സിമം നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ അധികം കേൾക്കാതിരിക്കുക. അപ്പോൾ ബൈ.